അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ദുആ ചെയ്യണം. അൽഹംദുലില്ലാ. ഏതായാലും ഇന്ന് ഞാൻ പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സുഖമായിട്ടാണ് ഇരിക്കണം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യണ വീഡിയോ, ഞാൻ ഡിസ്കിന് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, വീണതാണ്. അപ്പം അങ്ങനെ കുറേ ചികിത്സ നടത്തി മണലടിയിൽ ആസ്പത്രിയിൽ പോയിട്ട്, അതേമാതിരി തന്നെ പെരിന്തൽമണ്ണ ആയുർവേദ ആശുപത്രിയിൽ പോയിട്ടൊക്കെ 10-23 ദിവസം ഞാൻ അഡ്മിറ്റ് ആയതാണ്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ ചോദിച്ചപ്പോൾ 1.5 ലക്ഷം ഉറുപ്പ്യാവെന്ന് പറഞ്ഞു. 1.5 ലക്ഷം ഉറുപ്പ്യ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാനുള്ള ഇതില്ലായിട്ട് പിന്നെ പെരിന്തൽമണ്ണ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയപ്പോൾ പറഞ്ഞ് MR എടുക്കാതെ ഇനി ഒരു ചികിത്സയില്ല. MR എടുത്തിട്ട് ചെന്ന് നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു മഞ്ചേരിക്ക് വിടാമെന്ന്, ആ ഡോക്ടർ. അപ്പോൾ എവിടെ ചെന്നാലും ഇപ്പോൾ ഈ പൈസ ആവും. ഇനിയിപ്പോൾ മഞ്ചേരിക്ക് വിടുകയാണെങ്കിലും 1.5 പറഞ്ഞു കൊടുത്താൽ 75 പകുതിയെങ്കിലും ആവും. അപ്പോൾ ഏതായാലും അത് വേണ്ട കരുതി ആയുർവേദ ആശുപത്രിയിൽ പോയി ഒരു 23 ദിവസം കടന്നു. ഒന്ന് വന്നു, കുറവുണ്ട്, കുറവില്ല എന്നല്ല, പക്ഷെ എന്നാലും നമ്മളെ സാധാരണ ഉണ്ടാകുന്ന മാതിരി അല്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, എൻ്റെ ഒരു അമ്മോൻ്റെ കുട്ടി ഷൊർണൂർ കുളപ്പുള്ളി പോയിട്ട് ഈ ഡോക്ടറെ അനിൽകുമാർ ഡോക്ടറെ കണ്ടിരുന്നു. അപ്പോൾ ഓൻ പറഞ്ഞു ഓൻ്റെതൊക്കെ മാറി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അമ്മായി പോകാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത പറയുന്നത്. അപ്പോൾ ഞാൻ ശരി എന്നാൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് 2ാം പ്രാവശ്യം അമ്മായി പറഞ്ഞിട്ടാണ് ഞാൻ ആശുപത്രിയിൽ മറ്റേ ആയുർവേദ ആശുപത്രിയിലൊക്കെ പോയി കടന്നതും ഇതാക്കിയതൊക്കെ. പിന്നെ അവിടുന്ന് വന്നിട്ടും കുറവുണ്ട് വെച്ചപ്പോൾ കുറവുണ്ട്, എന്നാൽ പറ്റാൻ മാറിയിട്ടുമില്ല, അങ്ങനെ നടക്കണു എന്ന് പറയും. അപ്പോൾ ചീത്ത പറഞ്ഞു തന്നെ, അവിടെ നിന്ന് പോയൊക്കെ അത്ര പൈസ വരില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി അമ്മായിയുടെ ഒക്കെ ബുക്കിംഗ് നമ്പർ വാങ്ങി ബുക്ക് ചെയ്ത് ഞങ്ങളൊരു ബുധനാഴ്ച പോയി 15 ദിവസത്തിലെ മരുന്ന് തന്നു. MR കൊടുത്തിട്ട് അതൊന്നും വേണ്ടായിരുന്നു, നോക്കിയില്ല. അപ്പോൾ അവിടുന്ന് ലെക്ചർ എടുത്തു, അത് നോക്കി അത് പ്രകാരം മരുന്ന് തന്നു. ഒരു 15 ദിവസത്തിൻ്റെ എക്സസൈസ് പറഞ്ഞു തന്നു, അതും ചെയ്തു, ഈ മരുന്നും കുടിച്ചു. അപ്പോൾ 15 ദിവസം ആയപ്പോഴത്തേന് ഏകദേശം എനിക്ക് വേദന കുറയാൻ തുടങ്ങി. പിന്നെ 2ാം പ്രാവശ്യം 15 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും പോയി. പിന്നെ എക്സ്റേയുടെ ആവശ്യമില്ല, ഈ എക്സ്റേനെ കൊണ്ടുവരുന്നത്. അങ്ങനെ മരുന്ന് വീണ്ടും 15 ദിവസത്തിലെ മരുന്ന് തന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി, എക്സസൈസ് ഒരു 6 മാസം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കണു. പക്ഷെ വെയിറ്റ് എടുക്കാൻ പറ്റില്ല, അധികം നേരം കുനിഞ്ഞ് നിന്ന് പണിയെടുക്കാൻ പറ്റില്ല. കുനിഞ്ഞ് നിന്ന് പിന്നെയും നമുക്ക് പണിയെടുക്കാം, വെയിറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ വേദന കൊണ്ട് നടക്കാനും ഇരിക്കാനും പറ്റാത്ത നമുക്ക് വേദന ഇല്ലാതെ ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതന്നെ വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ ഇന്നലെ ലൈവിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു ആളെന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഏത് ആശുപത്രിയാണ് എന്താണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ആദ്യം ചെയ്യണമെന്ന് കരുതിയാണ്. ഞാൻ പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഞാൻ വിട്ടു. പിന്നെ അവിടുന്ന് കുറേ വീഡിയോസുകളൊക്കെ ഞാൻ എടുത്തിരുന്നു. പക്ഷേ സാറിന് തന്നെ യൂട്യൂബ് ചാനലും ഉണ്ട്, മറ്റേ ഫേസ്ബുക്കിലും ഇതിടുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനായിട്ട് അത് എടുത്ത് ഇട്ട് കഴിഞ്ഞ് വല്ല പ്രശ്നം വരണ്ടാന്ന് എഴുതിയിട്ട് പിന്നെ ഞാനത് ചെയ്തില്ല. പോയ വീഡിയോ ഇങ്ങനെ സ്ഥലത്ത് ഡോക്ടർ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോസിൽ കൂടെ. അപ്പോൾ ഇന്നലെ ഈ സഹോദരൻ വിളിച്ചിട്ട് എനിക്ക് ആ സ്ഥലം ഒന്ന് പറഞ്ഞു തരുമോ, സ്ഥലം പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയാം, ഡോക്ടറെ പേരും മറന്നു, ഞാൻ ബുക്കിംഗ് നമ്പറും ഇതൊക്കെ ഞാൻ മറന്നിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ ആർക്കെങ്കിലും ഉപകാരമാകുകയാണെങ്കിൽ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ലൈവിൽ വന്ന് ചോദിച്ചപ്പോൾ സഹോദരൻ പറയുന്നുണ്ട് താത്ത പറഞ്ഞ എല്ലാ രോഗങ്ങളും എനിക്കുണ്ട് കാരണം. കാരണം ഓർത്തോടെ എന്ത് രോഗങ്ങളാണെങ്കിലും ആ സാറടുത്ത് പോയി കണ്ടാൽ മാറും കേട്ടോ. മാറും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദന ഇല്ലാതെ ഇരിക്കാം, അത്രേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്കിപ്പോൾ വേദന ഇല്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഒരു പരിധി കൂടുതൽ വെയിറ്റ് എടുക്കുകയോ കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേദന ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഇല്ലാതിരിക്കില്ല, കാരണം മാറിയിട്ടില്ലല്ലോ. എന്നാലും 1.5 ലക്ഷം ഉറുപ്പ്യ കൊടുത്ത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ വേദന ഇല്ലാതെ ഇരിക്കാനായല്ലോ. അതന്നെ എനിക്ക് വലിയൊരു ഉപകാരമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആ കാർഡ് കാട്ടാം നിങ്ങൾക്ക്, ബുക്കിംഗ് നമ്പറും മറ്റേ ഡോക്ടറെ പേരും സ്ഥലവും എല്ലാം അതിലുണ്ട്, രജിസ്ട്രേഷൻ നമ്പറും ഒക്കെ അതിലുണ്ട്, ബുക്കിംഗ് നമ്പറും ഉണ്ട് ഇതിൽ. ആർക്ക് വേണമെങ്കിലും ഫോൺ നമ്പർ ഇട്ട് ബുക്ക് ചെയ്യുക, ബുക്ക് ചെയ്തിട്ട് പോകാം. അവരോട് പിന്നെ ബാക്കിയുള്ള വിവരങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ പോയ ഡേറ്റ്, എനിക്ക് തന്ന മരുന്നുകൾ, അതേമാതിരി ആ ചീട്ടാണ് ഞാൻ കാട്ടുന്നത്. അപ്പോൾ ഇതിലൊരു സംഭവം ഞാൻ മറച്ച് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചെങ്കിൽ അത് എൻ്റെ നമ്പറാണ്, ഒരു പേപ്പർ വെച്ച് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്, അത് എൻ്റെ നമ്പറാണ്. അപ്പോൾ ബാക്കിയുള്ളത് മുകളിലുണ്ട് ഓല നമ്പർ. അപ്പോൾ ഇത് ഞാൻ കാട്ടാം, ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കോളും, വേദന തിന്ന് ജീവിക്കേണ്ട. ഒരുപാട് ഓപ്പറേഷനൊക്കെ പറഞ്ഞവർ ആദ്യം ഇവിടെയൊക്കെ ഒന്ന് പോയി നോക്കി, എന്നിട്ട് ആ സാറിൻ്റെ ഉപദേശപ്രകാരം ഓപ്പറേഷൻ വേണമെങ്കിൽ സാറിനെ ഓപ്പറേഷത്തിനുള്ള ഇതൊക്കെ പറഞ്ഞു തരും. പ്രൈവറ്റാണ്,
ഗവൺമെൻറ്റിൻ്റെ അല്ല. അപ്പോൾ സാറിൻ്റെ ആസ്പത്രിയുടെ ഇതിൽ സാറിൻ്റെ അവിടെ വന്ന് ഒട്ടിച്ച് വെച്ചിരിക്കണ എല്ലാ പേപ്പറും ഇതൊക്കെ പലതും ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ പാവങ്ങളുടെ ഡോക്ടർ എന്നാണ് പറയുന്നത്, അനിൽകുമാർ ഡോക്ടർ. അപ്പോൾ ആ പേപ്പർ ഞാനൊന്ന് കാണിക്കാം, ഞങ്ങൾ കണ്ടോളി. ഒട്ടിച്ച് വെച്ചിരിക്കണ എൻ്റെ നമ്പർ കേട്ടോ. കാരണം നമ്മളവിടെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മളെ നമ്പറിലാണല്ലോ ബുക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ ബുക്ക് എൻ്റെ നമ്പറാണ് ഞാൻ മറച്ച് വെച്ചിരിക്കണത്. നല്ല ലൈവിലും ചോദിച്ചിരുന്നു. അപ്പോൾ ഇനി ലൈവിൽ കാണിച്ചാൽ പെട്ടെന്ന് മാഞ്ഞു പോകുമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ വീഡിയോസ് ആയിട്ട് ഇടണം. എന്നാൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുത്ത് പോകേണ്ടവർക്ക് പോവാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ഇതിൽ എനിക്ക് തന്ന ഗുളികകളും മരുന്നിൻ്റെ ഒക്കെ ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് തരുന്ന മരുന്ന് നോക്കിയാൽ മതി. ഈ ഡോക്ടറെ പേരും അഡ്രസ്സും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അടുത്ത് കൊണ്ടുവരുമ്പോൾ ക്ലിയർ ഇല്ല, അതാണ് ഞാൻ വിട്ടു കൊണ്ടുപോകണം. കാണുന്നുണ്ടെന്ന് വിചാരിക്കണേ. ഞാൻ ഏതായാലും കണ്ണട കാഴ്ചക്കുറവുണ്ട്, അതുകൊണ്ടാണ് കണ്ണട തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണം. ഞാൻ ഒന്നും കൂടി ബ്രൈറ്റൻസ് കൂട്ടി നോക്കട്ടെ കേട്ടോ, ഒന്നും കൂടി നല്ലോണം കാണും നിങ്ങൾക്ക്. ഇനി വേണ്ടവർക്ക് വീഡിയോ എന്തിങ്ങനെ നിർത്തി എടുക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റും. ഇതിലുണ്ട് ബുക്കിംഗ് നമ്പറും ഡോക്ടറെ പേരും സ്ഥലവും ഒക്കെ ഉണ്ട്. എൻ്റെ പേരും ഞാൻ കുടിച്ച മരുന്നിൻ്റെ പേരും എത്ര ദിവസം ഞാൻ മരുന്ന് കുടിച്ചേക്കണമെന്നുള്ളതൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ അത് മതിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അതാവും. ഞാൻ ബ്രൈറ്റ്നസ് കുറക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ മുഖമൊക്കെ അപ്പോൾ പോയി നോക്കുക. വേദന ഉള്ളവർക്കൊക്കെ എന്നോട് ലൈവ് കൂടെ ചോദിച്ചവരോർക്ക് ഞാൻ പറയണു, ഇതാ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഇത് നോക്കി നിങ്ങൾ പോയിക്കോളി. അപ്പോൾ അത് ലൈവിൽ ഞാൻ കാണിച്ചു തന്നാൽ അപ്പോഴത്തെ ഒരു ഇതെല്ലാം ഉണ്ടാവുള്ളൂ. പിന്നെയും കാണാം, പക്ഷെ എന്നാലും വീഡിയോസിൽ കാണാൻ അത്ര കാണൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ടിട്ടതാണ്. എന്നോട് ചോദിച്ചവരെല്ലാം ഇത് നോക്കിക്കോളുക, കണ്ടിട്ട് പോയിക്കോളുക, വേദന ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ മടങ്ങിക്കോളി. ഉറപ്പായിട്ടും വേദന മാറും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തേയ്മാനത്തിന് ഇപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാർ പോയിട്ട് അവിടുന്ന് പറഞ്ഞിക്കണം എന്താണെന്ന് വെച്ചെങ്കിൽ റെസ്റ്റ് എടുക്കുക. പിന്നെ എന്തോ ഒരു കാലിൽ ചുറ്റാനൊക്കെ ഒരു സാധനം ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും തേയ്മാനത്തിനൊന്നും ചെയ്യൂല തോന്നുന്നു. ചെയ്യായി അല്ല, പക്ഷെ എന്നാലും അവർ റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത്, തേയ്മാനത്തിന് നടക്കരുതെന്ന്. അല്ലാത്തവർക്കൊക്കെ നല്ല സമാധാനമുണ്ട്. എൻ്റെ അമ്മോൻ്റെ കുട്ടിക്കും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാണ്, എനിക്കും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഓപ്പറേഷൻ ഇല്ലാതെ കഴിഞ്ഞു കൂടിയതിൽ അള്ളാഹുവിന് സ്തുതി പറയുന്നു, ആ ഡോക്ടറെടുത്ത് എത്തിപ്പെട്ടതിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വേദന കൂടുകയാണെന്നുണ്ടെങ്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോൾ അത്ര ഒരു വേദനയായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. ഒരു സമാധാനപ്പെട്ട വേദനയുള്ളൂ, എനിക്ക് സഹിക്കാവുന്ന വേദനയുള്ളൂ. പിന്നെ ഒരുപാട് നമ്മൾ കുറേ നേരം നിൽക്കുകയോ കുറേ നേരം കുമ്പിട്ടൊന്ന് വെയിറ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് വേദന. അപ്പോൾ അതൊന്നും ഇപ്പോൾ ചെയ്യാത്തത് കൊണ്ട് വെയിറ്റ് എടുക്കണ ജോലി ഇതൊന്നും ചെയ്യണില്ല ഇപ്പോൾ. കാരണം സർവ്വസാധാരണ നമ്മളെ അടുക്കളയിലെ ചെറിയ ചെറിയ പണികൾ അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർക്കൊക്കെ വേദനയുണ്ടോ എല്ലാവരും പോവുക, നോക്കുക, വേദന ഇല്ലാതിരിക്കുക. വലിയ പൈസയൊന്നുമില്ല. എനിക്കായ പൈസ ഞാൻ പറയുന്നു കേട്ടോ. എനിക്ക് ഫസ്റ്റ് 2000, അത് കഴിഞ്ഞ് 1600, 1700 ഞങ്ങളെ ഭക്ഷണ ചെലവടക്കം വന്നിട്ടുള്ളൂ. ഞങ്ങൾ മറ്റേ അങ്ങാടിപ്പുറം പോയിട്ട് 10 ഉറുപ്പ്യ കൊടുത്ത് ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് ഷൊർണൂർ പോയി ഇറങ്ങി നേരെ അപ്പുറത്ത് ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നോക്കുമ്പോൾ ഓട്ടോറിക്ഷ എടുത്ത് പോകാൻ എഴുതി ഓട്ടോറിക്ഷ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 150 ഉറുപ്പ്യ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു 10 ഉറുപ്പ്യ കൊടുത്ത് അങ്ങക്ക് ആ ഡോക്ടറെ വീടിൻ്റെ മുമ്പ് പോയി ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബസ്സിന് പോയി 2 പ്രാവശ്യം. പിന്നെ അങ്ങനെയാണ് പോയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് മൊത്തം വണ്ടിക്കൂലിയൊക്കെ വളരെ കുറവായി. ട്രെയിനിന് പോകണമായിരുന്നു, വണ്ടിക്കൂലിയൊക്കെ വളരെ കുറവ് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പോണവർ അങ്ങനെ പോയാലും മതി. ട്രെയിനിന് പോവുകയാണെങ്കിൽ ഷൊർണൂർ ഇറങ്ങിയിട്ട് ഷൊർണൂർ അപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നാൽ അവിടേക്ക് കുളപ്പുള്ളിക്കുള്ള ബസ് എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ബസ്സിൽ കയറിയാൽ ഡോക്ടറെ വീടിൻ്റെ മുമ്പ് തന്നെ കൊണ്ടുപോയി ഇറക്കും. ഇനി അത് കുറച്ച് അപ്പുറത്താണെങ്കിൽ കുളപ്പുള്ളി സ്റ്റാൻഡിലാണെങ്കിലും നിങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ചിങ്ങോട്ട് ബാക്കിലേക്ക് ഇങ്ങോട്ട് വരണം. അവിടുന്ന് വരുന്നവർക്കാണെങ്കിലും അവിടെ ഇറങ്ങിയിട്ട് കുറച്ചിങ്ങോട്ട് മുമ്പിലേക്ക് വരിക. ഇവിടുന്ന് പോണവർക്കാണെങ്കിൽ കുറച്ചിങ്ങോട്ട് ബാക്കിലേക്ക് വരിക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കൂടുതലായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. ഈ വീഡിയോ തന്നെ 10 മിനിറ്റായി.
ആരെങ്കിലും ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ പോയി നോക്കി. കറണ്ട് അത് അങ്ങനെ മിന്നിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇൻഷാ അള്ളാ ആർക്കും കുഴപ്പമില്ലാതിരിക്കട്ടെ. മഴക്കാലമാണ്, സൂക്ഷിക്കുക. കറണ്ട് കമ്പിയുടെ കാര്യം പൊട്ടി വീണിട്ടുണ്ടാകും. അതേമാതിരി തന്നെ വെള്ളത്തിലുള്ളത് സൂക്ഷിക്കുക. ഞങ്ങളെ മെമ്പർ ഇങ്ങനെ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. പിന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും അതേമാതിരി എൻ്റെ വീഡിയോ കാണുന്നവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ലൈവിലിരിക്കുന്നവർക്കും എനിക്ക് ബാഡ് കമൻറ്റ് ഇടുന്നവർക്കും നല്ല കമൻറ്റ് ഇടുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു ഈമാനും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അതേപോലെ തന്നെ നമ്മളെ മനസ്സിനെ കിബറില്ലാത്ത നല്ല മനസ്സാക്കി വരട്ടെ. ഒരാളെ ചെളിവാരി അടിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേദനിപ്പിക്കാനോ ചെയ്യാതെ ഒരു വാക്കുകൊണ്ടാണെങ്കിലും നല്ലത് പറയാൻ നമുക്കെല്ലാം തോന്നിക്കട്ടെ. എല്ലാവർക്കും ഈമാനും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടി നമ്മളെല്ലാവരും മരിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം ആയുസ്സോടെ.